ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവം 12 വിളക്കോടെ സമാപിച്ചു. വൃശ്ചികോത്സവത്തിന്റെ സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA നിർവഹിച്ചു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം 12 വിളക്ക് ചടങ്ങോടെ സമാപിച്ചു. 12 വിളക്ക് ദിവസം ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൃശ്ചികോത്സവത്തിന്റെ സമാപന സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. അദമ്യമായ അലിഞ്ഞേറലാണ് ഈ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധമായി ഇവിടെ ഉണ്ടാകുന്നത്. പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളിലെല്ലാം കുടികൊള്ളുന്ന പരമമായ സത്യത്തെ, ദിവ്യ ചൈതന്യത്തെ മുൻനിർത്തിയുള്ള തീർത്ഥാടനമായി ഇത് മാറുമ്പോഴാണ് ഈ വൃശ്ചിക മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറുന്നത്. തന്നേക്കാൾ കഴിവ് കുറഞ്ഞവന് ദാനം നൽകുക ഉള്ളവന്റെ കർത്തവ്യമാണ്. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുമ്പോഴാണ് കൊടുക്കുന്നവന്റെ ജീവിതം സാർത്ഥകമാകുന്നത്. ഇത് ഉദ്ഘോഷിക്കുന്ന പാരമ്പര്യമാണ് ഓച്ചിറയ്ക്കുള്ളത്. ആ ആത്മീയ സൗരഭ്യമാണ് ഈ ഓച്ചിറ തീർത്ഥാടനത്തിലൂടെ പ്രസരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് മുമ്പിൽ മനുഷ്യഭേദങ്ങളില്ല. ഇണങ്ങാത്ത കണ്ണികൾ ഇവിടെ ഇണക്കപ്പെടുന്നു. യോജിക്കാത്ത കണ്ണികളെ ഇവിടെ വിളക്കി ചേർക്കുന്നു. ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും അന്തരീക്ഷമുണ്ടാക്കുന്ന ഒരു തീർത്ഥാടനം എന്നുള്ള നിലയിലാണ് ഓച്ചിറ തീർത്ഥാടനം പ്രസിദ്ധീകരുന്നത്. എല്ലാ മതങ്ങളുടെയും ഉത്കൃഷ്ടമായ ആശയങ്ങളാണ് ഇവിടെ ഉയർത്തുന്നത്. ആ നിലയിൽ അവ മോചനത്തിൻ്റെ തത്വശാസ്ത്രമാണ്. പലപ്പോഴും ബന്ധനത്തിൻ്റെ ഉപാധികളായി മാറുന്നു. ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ മൂല്യങ്ങൾ അവഗണിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരവസ്ഥയാണ് നമ്മൾക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത്. മൂല്യങ്ങളെ തകർക്കാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. ഓച്ചിറ പരബ്രഹ്മ സങ്കല്പത്തിന് ഇതിലെ സ്നേഹമധുരമായ സന്ദേശം ദേശരക്ഷയ്ക്ക് കൂടിയുള്ള ഒരു ഉപാധിയാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മീയതയെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഈ ആപത്താണ് ഇന്ന് ഇന്ത്യൻ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മുൻ മന്ത്രി C. ദിവാകരൻ അധ്യക്ഷനായി. വലിയ ആർഭാടമായ ആഘോഷങ്ങളില്ല, കൂട്ടപ്രാർത്ഥനകളില്ല, മന്ത്രോച്ചാരണങ്ങളൊന്നുമില്ല. സർവശാന്തമാണ്, എല്ലാം മനുഷ്യരാണ്, പച്ചയായ മനുഷ്യർ. ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും സാധാരണക്കാരായ ആളുകൾ വരുന്നത് ഇവിടെയാണ്. നിങ്ങളെന്താ വരാൻ കാരണം? നിങ്ങൾക്കൊരു നിയന്ത്രണവും ഇവിടെയില്ല. ആർക്ക് വേണം വരാം, എപ്പോൾ വേണം വരാം, എപ്പോൾ വേണം പോകാം. ഞങ്ങളെ ആരും നിയന്ത്രിക്കുന്നില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഓച്ചിറ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരും തന്നെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അതൊരു ഫ്രീഡമാണ്, അതൊരു സ്വാതന്ത്ര്യമാണ്. കടന്നു വരുമ്പോൾ എല്ലാവരും സ്നേഹമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, വർത്തമാനം പറയുക, കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടുകൾ വാങ്ങി കൊടുക്കുക. അതൊരു വല്ലാത്ത ഒരു സന്തോഷമല്ലേ? ആ സന്തോഷവും ആ ആനന്ദവും അത് തന്നെയല്ലേ ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമല്ലേ? സ്നേഹസാഗരമാണ് ദൈവം. അല്ല ദൈവം കല്ലിലും മുള്ളിലും പാറക്കെട്ടിലും ശിലയിലും ഒന്നുമല്ല. ദൈവമാണ് സ്നേഹം, സ്നേഹമാണ് ദൈവം. ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് G. സത്യൻ തോട്ടത്തിൽ സ്വാഗതം പറഞ്ഞു. K. സോമപ്രസാദ്, V. ഉദയകുമാർ, P. രാമഭദ്രൻ, A. സോമരാജൻ, ബിന്ദു ജയൻ, B. കേശവദേവ്, N. ബിജു, ഡോക്ടർ T. N. പ്രേമചന്ദ്രൻ, അഡ്വക്കേറ്റ് ബിനു K. ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്ര ഭരണസമിതി ട്രഷറർ P. പ്രകാശൻ വല്ലിഴിക്കൽ കൃതജ്ഞത പറഞ്ഞു. ഹരിനാമ കീർത്തനം, ഭാഗവത പാരായണം, പ്രഭാഷണം, നാരായണീയ സത്സംഗ പാരായണം, ക്ലാസിക്കൽ തിരുവാതിര എന്നിവയോടുകൂടിയാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. സമാപന സമ്മേളനത്തിന് ശേഷം ദീപാരാധന, നൃത്തം, രാഗസുധ, മുരളീനന്ദനം, സംഗീതാർച്ചന, നാടകം, ഗാനമേള തുടങ്ങിയവ നടന്നു. CD നെറ്റ് ന്യൂസ്, ഓച്ചിറ.